Kaya snegre. Tupeta simatayom വൈക്കം വാവ എഴുതി തമ്പാൻ ചെയ്ത പുണ്യപുയ നിത്യ തമ്പിത വാലെ തുപുഴി തോയമ്പയം അടിയറ തിമ്പല്. പ്രിയ സഭാവാസികളെ, 101 കുതിരകളെയും 501 ഭടന്മാരുമായി യുദ്ധത്തിന് പോയ നമ്മുടെ മഹാരാജാവ് അവരെ എല്ലാം കുലക്ക് കൊടുത്ത് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് മുള്ളിവേലി ചാടി അടുക്കള വഴി ഇതാ എഴുന്നള്ളുന്നേ. മഹാരാജൻ, എങ്ങനെയുണ്ടായിരുന്നു യുദ്ധം? അയ്യോ അയ്യോ അയ്യോ, കഷ്ടം, ഒറ്റ വെട്ടുപോലും പാഴായിട്ടില്ല. എല്ലാം നെഞ്ചുകൊണ്ട് തടുത്തിട്ടുണ്ട്. മഹാരാജൻ, തേങ്ങാതിരിക്കൂ. എങ്ങനെ തേങ്ങാതിരിക്കും? എങ്ങനെ വേണമെങ്കിലും തേങ്ങാതിരിക്കാം. ഞാനൊരു യുദ്ധത്തിന് പോയ സമയത്ത് ആരാ ഇവിടെ കൊരങ്ങന്റെ പടം കൊണ്ട് ഒട്ടിച്ചു വെച്ചത്? എവിടെ? അയ്യോ, അത് കൊരങ്ങിന്റെ പടമല്ല. പിന്നെ അത് കൊട്ടാരത്തിലെ നിലക്കണ്ണാടിയല്ലേ? ആ, അതൊക്കെ പോട്ടെ. നീ കൊട്ടാരത്തിലെ തുണിയെല്ലാം അലക്കിയോ? അലക്കി തമ്പുരാനെ. അലക്കി തമ്പുരാനോ? അയ്യോ, തുണിയെല്ലാം അലക്കി തമ്പുരാനെ. ആ, അങ്ങനെ വാ തുറന്ന് വല്ലതും പറഞ്ഞാ പോരെ. അതൊക്കെ പോട്ടെ, നിന്റെ തലയിൽ എന്താ ഒരു മുറിവ്? ഓ, അതൊരു ഇല വീണതല്ലേ. ഒരില വീണ ഇത്രയും വലിയ മുറിവോ? പിന്നെ തെങ്ങിന്റെ ഇല വീണ ഇതിലും വലിയ മുറിവുണ്ടാവൂലോ മണ്ടക്കുണാപ്പ. ആരെവിടെ? അളിയൻ. അളിയനോ? അല്ല, അടിയൻ. ആ, എത്രയും പെട്ടെന്ന് മഹാറാണിയെ വിളിക്കൂ. നിനക്ക് വിളിച്ചു കൂടാപ്പേ? നിന്റെ വായിൽ വല്ല പഴവും തിരികെ വെച്ചിട്ടുണ്ടാ? ഒന്ന് വിളിക്കടാവേ, ഞാനൊരു രാജാവല്ലടാവേ. ഓ, ശരി ശരി, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. റാണി, റാണി, ദേ വിളിക്കുന്നു. ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ. ಓ ಕುಸುಮವದನ ಮೋಹ ಸುಂದರ മദന ലളിത ഗാനവല്ലവ. മഹാരാജാവിന് എന്റെ വന്ദനം. ആ സിനിമയൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ. വേറെ വല്ല പടം ഉണ്ടെങ്കിൽ താ. രാജൻ, അങ്ങ് വന്ന ആ ത്രില്ലില് നമുക്ക് മോർണിംഗ് വാക്കിങ്ങിന് പോയാലോ? വേണ്ട 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 വേണ്ട. ഈവനിങ് വാക്കിങ്ങിന് പോയാലോ? വേണ്ടേ വേണ്ട. പിന്നെ നമുക്ക് വല്ല ഇരുട്ടുവാക്കിന് പോകാം. നമ്മുടെ തോഴി രമണിയുടെ ഭർത്താവ് മരിച്ചു. കഷ്ടം, രമണി ഇനി വിധവ. പണ്ടൊക്കെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും. ഇന്നൊക്കെ ഭർത്താക്കന്മാര് മരിക്കുന്നതിനെ ഭാര്യയുടെ ചതി എന്ന് പറയും. എന്നാ സതി നിർത്തലാക്കിയത്? 1999 ജനുവരി 26 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച്. അയ്യോ, നമ്മുടെ തോഴി സതി പ്രസവം നിർത്തിയ കാര്യമല്ല. പിന്നെ സതി സമ്പ്രദായം നിർത്തിയത് എന്നാന്നാ ഞാൻ ചോദിച്ചേ. സതി സമ്പ്രദായം നിർത്തിയത് എനിക്കെങ്ങനെ അറിയാം? അത് അവളോട് പോയി ചോദിക്കേ. ഹായ്, റാണിയുടെ അടുത്ത് നല്ല മണം. അത് ഞാനൊരു സെന്റ് അടിച്ചതാ. ഓ, ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ ഒരേക്കറിന് എന്നാ മണമായിരിക്കും? രാജൻ, കുടിവെള്ളമില്ലാതെ നമ്മുടെ ജനങ്ങൾ കഷ്ടത്തിലാണ്. മഴ പെയ്തിട്ട് മാസങ്ങളായി. അങ്ങ് എന്തെങ്കിലും ഒരു പെരുവഴി കാണണം. ആരെവിടെ? ഞാനിവിടെ. നീ അവിടെ, ഞാനിവിടെ. വാ ഇവിടെ. എത്രയും പെട്ടെന്ന് മഴയെ ഹാജരാക്കൂ. എന്തോന്ന്? അല്ലല്ല, മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം കാണൂ. രാജഗുരുവിനെ ഹാജരാക്കൂ. ദേ, രാജഗുരു വരുന്നു. നമസ്കാരം മഹാരാജൻ. റാണി കൊടുകൈ. നീ വിടുകൈ. രാജഗുരു, മഴ പെയ്യാൻ നാം എന്ത് ചെയ്യണം? നാം ഒന്ന് കബഡി കളിക്കട്ടെ. അല്ല, കബഡി തിരുത്തട്ടെ. ഓം, അങ്ങയുടെ സമയം തെളിയാനുണ്ട്. കറക്റ്റാ, പക്ഷേ വാച്ചി വെള്ളം കയറിയത് കൊണ്ടാ. അയ്യോ, പിന്നെ തെങ്ങിന്റെ ഇല വേണം ഇതിലും വലിയ മുറിവുണ്ടാവൂലോ മണ്ടക്കുണാപ്പ. ആരെവിടെ? അളിയൻ. അളിയനോ? അല്ല, അടിയൻ. ആ, എത്രയും പെട്ടെന്ന് മഹാറാണിയെ വിളിക്കൂ. നിനക്ക് വിളിച്ചു കൂടാപ്പേ? നിന്റെ വായിൽ വല്ല പഴവും തിരികെ വെച്ചിട്ടുണ്ടാ? ഒന്ന് വിളിക്കടാവേ, ഞാനൊരു രാജാവല്ലടാവേ. ഓ, ശരി ശരി, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. റാണി, റാണി, ദേ വിളിക്കുന്നു. ಕುಸುಮವದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ. ಓ ಕುಸುಮವದನ ಮೋಹ ಸುಂದರ മദന ലളിത ഗാനവല്ലവ. മഹാരാജാവിന് എന്റെ വന്ദനം.
ആ സിനിമയൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ. വേറെ വല്ല പടം ഉണ്ടെങ്കിൽ താ. രാജൻ, അങ്ങ് വന്ന ആ ത്രില്ലില് നമുക്ക് മോർണിംഗ് വാക്കിങ്ങിന് പോയാലോ? വേണ്ട 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 വേണ്ട. ഈവനിങ് വാക്കിങ്ങിന് പോയാലോ? വേണ്ടേ വേണ്ട. പിന്നെ നമുക്ക് വല്ല ഇരുട്ടുവാക്കിന് പോകാം. ഏ, നമ്മുടെ തോഴി രമണിയുടെ ഭർത്താവ് മരിച്ചു. കഷ്ടം. രമണി ഇനി വിധവ. പണ്ടൊക്കെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും. ഇന്നൊക്കെ ഭർത്താക്കന്മാര് മരിക്കുന്നതിനെ ഭാര്യയുടെ ചതി എന്ന് പറയും. എന്നാ സതി നിർത്തലാക്കിയത്? 1999 ജനുവരി 26 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച്. അയ്യോ, നമ്മുടെ തോഴി സതി പ്രസവം നിർത്തിയ കാര്യമല്ല. പിന്നെ സതി സമ്പ്രദായം നിർത്തിയത് എന്നാന്നാ ഞാൻ ചോദിച്ചേ. സതി സമ്പ്രദായം നിർത്തിയത് എനിക്കെങ്ങനെ അറിയാം? അത് അവളോട് പോയി ചോദിക്കേ. ഹായ്, റാണിയുടെ അടുത്ത് നല്ല മണം. അത് ഞാനൊരു സെന്റ് അടിച്ചതാ. ഓ, ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ ഒരേക്കറിന് എന്നാ മണമായിരിക്കും. രാജൻ, കുടിവെള്ളമില്ലാതെ നമ്മുടെ ജനങ്ങൾ കഷ്ടത്തിലാണ്. മഴ പെയ്തിട്ട് മാസങ്ങളായി. അങ്ങ് എന്തെങ്കിലും ഒരു പെരുവഴി കാണണം. ആരെവിടെ? ഞാനിവിടെ. നീ അവിടെ, ഞാനിവിടെ. വാ ഇവിടെ. എത്രയും പെട്ടെന്ന് മഴയെ ഹാജരാക്കൂ. എന്തോന്ന്? അല്ലല്ല, മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം കാണൂ. രാജഗുരുവിനെ ഹാജരാക്കൂ. ദേ, രാജഗുരു വരുന്നു. നമസ്കാരം മഹനെ തേടി ഇതാ നമ്മുടെ കുമാരി പോകുന്നു. കുമാരിയുടെ പ്രയത്നം ഫലിക്കാൻ നമുക്ക് ഒരുമിച്ച് പാർത്തിക്കാം. അല്ല, പാത്രിക്കാം. എന്താ? പ്രാർത്ഥിക്കാം. എന്താ? എന്നെങ്കിലുമൊക്കെ ചെയ്യടാവേ. അങ്ങനെ വീട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ആരാ നീ? കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. കൂട്ടിക്കൊണ്ടു പോകാൻ ഇതന്നെ വല്ല സിമന്റോ മണലോ മറ്റോ ആണോ? നമ്മുടെ നാട്ടില് മഴയില്ല. അങ്ങ് വന്ന് 5 ദിവസം അവിടെ സന്തോഷത്തോടെ താമസിച്ചാലേ അവിടെ മഴ പെയ്യൂ എന്നാ രാജഗുരു പറഞ്ഞത്. മഴ പെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇവിടെ ഇപ്പൊ ഒരു മഴ പെയ്താലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുള്ളൂ. അങ്ങേക്ക് അച്ഛനില്ല അല്ലേ? അതെങ്ങനെയാ കുമാരിക്ക് മനസ്സിലായേ? അതില്ലാത്തവരല്ലേ അങ്ങ് എന്നോട് ഇപ്പം കാണിക്കുന്നത്. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് വരാൻ പറ്റത്തില്ല. നീ ഒക്കെ ഇവിടുന്ന്. ഇല്ല, ഞാൻ കൊണ്ടേ പോകൂ. അത് തന്നെ എനിക്ക് പറയാനുള്ള. നീ ഇവിടുന്ന് കൊണ്ടേ പോകുള്ളൂ. നീ പോ. എനിക്കിപ്പോ ഉറക്കം വരുക. ഞാനിവിടുന്ന് അങ്ങ് ഉറങ്ങാൻ പോവാ. ഹോ, ഇനി ഡാൻസേ ഉള്ളൂ രക്ഷ. എന്റെ പൊന്നെണ്ണോ, ഞാൻ വന്നോളാം. എന്റെ ഭഗവാനെ, എന്റെ ശത്രുവിന് പോലും ഈ ഗതിയൊന്നും വരുത്തല്ലേ ഈശ്വര. പിന്നൊരു കാര്യം, കൊട്ടാരത്തിൽ നിൽക്കണ 5 ദിവസവും എനിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം തന്നേക്കണം. ഓക്കേ, അതൊക്കെ ഏറ്റു. പ്രഭു, നമ്മുടെ കുമാരി അതാ കുട്ടപ്പനുമായി വരുന്നു. കയറി വരൂ, കയറി വരൂ. എന്തൊരു വിനയൻ, എന്തൊരു സത്യനന്ദിക്കാട്. പേടിയുണ്ടോ അണ്ണാ ഒരു തീപ്പെട്ടി തരാൻ? അയ്യോ, കുട്ടപ്പൻ വന്നതേ ഉള്ളൂ. എന്റെ ദേഹത്ത് മുകളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്ന് വീണു. അതുമല്ലേ, എലിയും ഉള്ളിതായിരിക്കും. കൊട്ടാരമൊക്കെ ഇഷ്ടപ്പെട്ട? കൊട്ടാരത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് കുമാരിയുടെ മട്ടുപ്പാവ. അല്ല, കുമാരിയുടെ മട്ടും ഭാവമൊക്കെയാന്ന്. ആരെവിടെ? ഇവരെ രണ്ടുപേരെയും പിടിച്ച് വെളിയിലാക്കൂ. അയ്യോ, അത് മഹാരാജാവാ. ആരായാലും ഞാൻ പറയണ പോലെ അങ്ങോട്ട് കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ പോകൂട്ടോ. ഞാൻ അയ്യോ, 5 ദിവസല്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കച്ചാ. കുമാരിയെ കാണാൻ കറക്റ്റ് മഞ്ജുവാരിയുടെ അതേ ചായ കേട്ടോ. അങ്ങേ കാണാൻ ദിലീപിന്റെ അതേ കാപ്പി. ഈ ഉടുപ്പ് സിൽക്കിന്റേതാണോ? അല്ല, ഇത് കോട്ടന്റെയാ. പക്ഷെ സ്വഭാവം സിൽക്കിന്റെ. അങ്ങയുടെ അച്ഛന്റെ പേരെന്താ? അതൊക്കെ മറന്നുപോയിന്നേ. അമ്മയുടെ പേരോ? ഇവിടെ ഇതൊക്കെ ഓർക്കാൻ പറ്റുമോ? ആദ്യം കണ്ട ഷക്കീല സിനിമയുടെ പേരെങ്കിലും ഓർമ്മയുണ്ടോ? അതുണ്ട്. കിന്നാരത്തുമ്പി കാതര കൗമാരം. സ്വന്തം തന്തയുടെയും തള്ളയുടെയും പേര് മറന്നു. വല്ലവളുമാരെ അഭിനയിച്ച പടത്തിന്റെ പേരൊക്കെ ഓർമ്മയാ. ഭയങ്കര ക്ഷീണം.
എനിക്കൊന്ന് കുളിക്കണം. ഈ കുളമൊക്കെ എവിടെയാ? അവിടെയാ കൊട്ടാരത്തിലെ കുളം. ഈ കുളിച്ചോണ്ടെങ്ങാനും നിൽക്കുമ്പോ പെമ്പിള്ളേരൊക്കെ വല്ലതും വന്ന് ശല്യപ്പെടുത്തുവോ? അയ്യേ ഇല്ലില്ല, തോഴിമാർക്ക് കുളിക്കാൻ പടിഞ്ഞാറ് വശത്താ കുളം. എന്നാ പിന്നെ ഞാൻ പടിഞ്ഞാറ് വശത്തെ കുളത്തിൽ പോയി കുളിച്ചോളാം. ഓ, ഇനി ഇവൻ 5 ദിവസം നോക്കുന്ന കാര്യമാ. അതുവരെ ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഭഗവാനേ. കൊട്ടാരൻ നിവാസികളും പ്രജകളും കാത്തിരുന്ന 5-ാം ദിവസം അങ്ങനെ എത്തി. മഹാരാജൻ, മഹാരാജൻ, എന്നാടാവേ? ഇറങ്ങി പോടാ പിച്ചക്കാര അവിടുന്ന്. പിച്ചക്കാരനല്ലടാവേ, ഇത് ഞാനാ മഹാരാജാവ്. മഹാരാജാവായിരുന്നോ? രാജൻ വേഷം മാറിയോ? വേഷം മാറി, ഇപ്പൊ പ്രജാപതി ഓടുന്നു. മമ്മൂട്ടിയുടെ സമയം കൊള്ളാം. അയ്യോ, സിനിമയുടെ കാര്യമല്ല ചോദിച്ചത്. ആ. അങ്ങ് എന്തിനാ ഈ വേഷം മാറിയതെന്ന്? എടാ, ഞാൻ മാറിയതല്ല, ആ കുട്ടപ്പൻ മാറ്റിച്ചതാ. 5 ദിവസം അവൻ സന്തോഷത്തോടെ നിന്നാലല്ലേ ഇവിടെ മഴ പെയ്യുള്ളൂ. ഇന്ന് 5-ാമത്തെ ദിവസമാ. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് ശരിയാക്കാൻ. എണ്ണി എണ്ണി ഞാൻ അവന്റെ അടുത്ത് പകരം ചോദിക്കും. രാജനൊന്ന് പെട്. അല്ല, സമാധാനപ്പെട്. എന്നാ ഒരു ബഹളം, അല്ല ബഹളം? ഏയ്, ഒന്നുമില്ല. ഇന്ന് മഴ പെയ്യുവോ? 5-ാം ദിവസമായി. ഇന്ന് കൃത്യം 5 മണിക്കൂടെ മഴ പെയ്യും. ഉറപ്പാണില്ല. പിന്നെ ഉറപ്പാണോന്നോ? എല്ലാരും ഒന്ന് പൊക്കെ പൊക്കെ പൊക്കെ. മണി 3:30ആയി. ഇനി 5 മണിക്ക് മഴ പെയ്തില്ലെങ്കിൽ ആ പരട്ട് തந்த ഇതിനൊക്കെ കാരണം പുള്ളിക്കാരൻ ഇങ്ങ് വന്നായിരുന്നു, ഒന്ന് കേറായിരുന്നു. എടാ മോനെ, എന്തായി കൊട്ടാരത്തിന്ന്? എന്തൊക്കെ നീ എടുത്തു? ഞാൻ കിരീടവും ചെങ്കോലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നീ എന്റെ മോന് തന്നെയാടാ. നീ അത് എടുക്കുമെന്ന് എനിക്കറിയാം. എവിടെയാടാ അത്? അച്ഛനൊന്ന് കാണട്ടടാ. എന്നാ, ഇത് കിരീടത്തിന്റെ CD, ഏ ഇത് ചെങ്കോലിന്റെ CD. മതിയാവോൾ അച്ഛനെന്ന് കണ്ടോ? വൃത്തികെട്ടവന്, ഇത്ര പാടുപെട്ട് നിന്നെ ഇവിടെ കയറ്റിയത് ഈ CD കാസറ്റ് എടുക്കാനാണോടാ? പിന്നെ അച്ഛനല്ലേ പറഞ്ഞ ഇനിയിപ്പൊ മഴ പെയ്തില്ലെങ്കിൽ എന്നാ ചെയ്യാനാ? അതിനു മുമ്പ് നീ രക്ഷപ്പെടാൻ നോക്കടാ. എന്നാ പിന്നെ ഓടിയേക്കാല്ലേ? ഓടടാ. നിക്കടാ അവിടെ. മഹാരാജൻ, മണി 5ആയി. എവിടെടാ മഴ? എടാ, മഴ എവിടെയെന്ന് അടിച്ച് പൊളിക്കടാ. ഞാൻ ചത്തേ. മഴ പെയ്യിക്കാൻ വന്നവൻ ചത്തപ്പോ ദേ ഇടിയും വെട്ടി മഴ. ദേവദുന്ദുഭിതൻ വർഷ